NCP എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓർമ്മ വരുന്ന രണ്ട് മുഖങ്ങൾ അത് ഏതൊക്കെയാണ്? ഒന്ന് AK ശശീന്ദ്രനാണെങ്കിൽ മറ്റേത് തോമസ് കെ തോമസ് ആണ്. അപ്പോൾ തോമസ് കെ തോമസും AK ശശീന്ദ്രനും ഈ നാളുകൾ നീണ്ട മന്ത്രിസ്ഥാനത്തെക്കുറിച്ചുള്ള തർക്കത്തിനൊടുവിൽ ഒന്നിച്ച് വേദി പങ്കിടാൻ പോവുകയാണെന്നാണ് ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരത്ത് പ്രവർത്തക സമിതി യോഗത്തിലാണ് ഇരുവരും വേദി പങ്കിടുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്ന് AK ശശീന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നോക്കാം, ഇന്നത്തെ എനിക്ക് ശ്രദ്ധാകേന്ദ്രം ഇവർ രണ്ടുപേരുമാണ് ആ യോഗത്തിൽ. മന്ത്രിമാറ്റത്തെ ചൊല്ലിയുള്ള തർക്കത്തിനും കോഴ വിവാദങ്ങൾക്കുമിടെ NCPയിലെ മന്ത്രി AK ശശീന്ദ്രനും തോമസ് കെ തോമസ് MLAയും പാർട്ടി പരിപാടിയിൽ ഒന്നിച്ചു. പ്രവർത്തക സമ്മേളന യോഗത്തിൽ അടുത്തടുത്ത കസേരകളിൽ തന്നെ ഇരുവരും ഇരുന്നു. ഇടയ്ക്ക് എന്തോ കുശലവും പറഞ്ഞു. അത്ര തന്നെ. തോമസ് കെ തോമസുമായി അഭിപ്രായ വ്യത്യാസങ്ങളില്ല. എന്നാൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാമെന്നും AK ശശീന്ദ്രൻ. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഒരു ജനാധിപത്യ പാർട്ടിയെ ആരോഗ്യത്തോടുകൂടി മുന്നേറാൻ സഹായിക്കുന്നത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും ചർച്ചകളും തീരുമാനങ്ങളുമാണ്. ആ വഴിയെ സഞ്ചരിക്കുന്ന കേരളത്തിലെ അപൂർവം ജനാധിപത്യ പാർട്ടികളിൽ ഒന്നാണ് NCP എന്ന്. എങ്ങോട്ട് തിരിഞ്ഞാലും മാധ്യമപ്രവർത്തകർ ഓട്ടിച്ചിട്ട് പിടിക്കുന്നു എന്നായിരുന്നു തോമസ് കെ തോമസിന്റെ പരാതി. ഇന്ന് ഞാൻ എവിടെ ചെന്നാലും ഒരു നോട്ടപ്പുള്ളിയാണ്. അതുകൊണ്ട് എനിക്ക് ഇത്രയൊന്നും പ്രസക്തിയില്ലായിരുന്നു. പക്ഷെ ഭയങ്കര പ്രസക്തിയായി ഇപ്പോൾ കേരളത്തിൽ. കാരണം എവിടെ ചെന്നാലും പത്രക്കാർ ഓടി നടക്കുക. അപ്പോൾ മിനിമം പത്രക്കാരുടെ ഒരു 40 കോളെങ്കിലും രാവിലെ കാണും. പക്ഷേ ഇരുവരും ഒരു കാര്യത്തിൽ യോജിച്ചു. ശരത് പവാറാണ് നേതാവ് എന്ന കാര്യത്തിൽ. അവരെല്ലാം ഒറ്റക്കെട്ടായി പറയുന്ന പേരേതാണ്? നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട ദേശീയ പ്രസിഡന്റ് ശ്രീ ശരത് പവാറാണ് ആ ഒറ്റ പേര് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊന്നുമല്ല ശരത് പവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീനിക്സ് പക്ഷി പോലെ ഏത് സാഹചര്യത്തിലും NCP ഉയർത്തുവാൻ ഇന്ത്യയിൽ കരുത്തുള്ള ഒരു നേതാവെന്ന് പറയുന്നത് ശരത് പവാർ തന്നെയാണ്, ഒരു സംശയവുമില്ല. 24 തിരുവനന്തപുരം.